ഇനി വിദേശ വാർത്തകൾ. ഗാസയിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിനായുള്ള പ്രമേയം പാസാക്കി UN രക്ഷാസമിതി. റഷ്യ UN വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ശേഷിക്കുന്ന 14 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം മുന്നോട്ട് വച്ച 3 ഘട്ടമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം. പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ സന്ദർശനം നടത്തുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. ബന്ദികളെ വിട്ടയക്കാനുള്ള നിർദ്ദേശത്തെക്കുറിച്ചും ഗാസയിലുടനീളം മാനുഷിക സഹായം വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തി. ഗാസയിൽ വെടിനിർത്തൽ, എല്ലാ ബന്ദികളെയും മോചിപ്പിക്കൽ, ഗാസയിലുടനീളം വിതരണം ചെയ്യുന്ന മാനുഷിക സഹായം വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്കുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശത്തിന് പിന്നിൽ അമേരിക്കയും മറ്റ് ലോക നേതാക്കളും അണിനിരക്കുമെന്നും ബ്ലിങ്കൻ ആവർത്തിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാർ നയതന്ത്ര ചർച്ചകൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംഭാഷണങ്ങൾ എന്നിവയിലൂടെ തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ബ്രിക്സ് ആവർത്തിച്ചു. റഷ്യയിൽ ചേർന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാന ആഗോള പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ചയായി. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൌലോസ് ചിലിമ സഞ്ചരിച്ചിരുന്ന വിമാനം കാണാതായി. ഇന്നലെ തലസ്ഥാനമായ ലിലോങ്വേയിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം മലാവി പ്രതിരോധ സേനയുടെ വിമാനം റഡാറിൽ നിന്ന് മറഞ്ഞതായാണ് വിവരം. വൈസ് പ്രസിഡന്റും ഭാര്യയും ഉൾപ്പെടെ 10 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ്വ ഷാംഗ്ല ജില്ലയിലെ ബാർബത്കോട്ട് പ്രദേശത്ത് വാഹനം തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർ മരിച്ചു. 5 പേരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് സ്ഥിരീകരിച്ച പോലീസ് മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയാണെന്നും അറിയിച്ചു. അതേസമയം മറ്റൊരു അപകടത്തിൽ 6 പേർ മരിച്ചു. റാവൽപിണ്ടി മോട്ടോർവേയിൽ ടാങ്കറും കാറും കൂട്ടിയിടിച്ചാണ് അപകടം.